ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശർക്കര വരട്ടി അല്ലെങ്കിൽ ശർക്കര ഉപ്പേരി ഇതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നമ്മൾ സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാനാവാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണല്ലോ. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഈ ഓൾ എന്ന ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോവാം. ഇതിനായിട്ട് ഇപ്പം ഞാൻ 4 പച്ച നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇപ്പം ഞാൻ ഒരു പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പഴത്തിൻ്റെ തൊലി കളയുന്നത് വരെ ഇതിനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പം അത് കറ പിടിച്ചിട്ട് ഒരു ബ്ലാക്ക് കളറായിട്ട് വരും. നമുക്കിതിനെ തൊലി കളഞ്ഞ ഉടനെ തന്നെ ആദ്യം ഒന്ന് നടുകെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ 1/2 ഇഞ്ച് കനത്തിൽ ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ നേരിട്ടിട്ട് തന്നെ മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് മാറിപ്പോവും. ഇപ്പോൾ എല്ലാ പഴത്തിനെയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന് 1/2 മണിക്കൂർ ഇതുപോലെ തന്നെ വെക്കാം. അതിനുശേഷം നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി ഡ്രെയിൻ ചെയ്തെടുക്കാം. വെള്ളം നന്നായിട്ട് വാർന്നതിന് ശേഷം നമുക്കിതിനെ നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് വരും, എന്നാൽ അകം ഭാഗമാണെങ്കിൽ കുക്കായിട്ടും ഉണ്ടാവില്ല. നല്ലപോലെ ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് നമ്മൾ കയ്യിലിട്ടൊന്ന് ഒടിച്ചു നോക്കിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി വേണം. ഇതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1/2 കിലോ ശർക്കര ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിനെ പാനിയാക്കി എടുക്കാം. നല്ല പോലെ തിളപ്പിച്ച് പാനിയാക്കി എടുത്തിട്ട് പിന്നെ ഇതിനൊന്ന് നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുത്തിട്ട് കരടൊക്കെ ഒന്ന് കളയാം. അരിച്ചെടുത്ത ശർക്കര പാനിയെ നമുക്ക് വീണ്ടും തിളപ്പിച്ചിട്ട് നല്ല പോലെ തിക്കാക്കി എടുക്കണം, ഒരു നൂൽ പരുവമാക്കി എടുക്കണം. ഇപ്പോൾ ശർക്കര പാനി നല്ല പോലെ തിക്കായി കുറുകി ഒരു നൂൽ പരുവമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കായ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാ കായയും നല്ല പോലെ ഈ ശർക്കര പാനിയിലേക്ക് കോട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ശർക്കര സിറപ്പും അതുപോലെ കായ ഫ്രൈ ചെയ്തതും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും അതുപോലെ 2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിനെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർക്കാം. ഇത് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ശർക്കര പാനിയൊക്കെ ചൂട് പോയി കഴിഞ്ഞ് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് ഓരോന്നായിട്ട് വിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നത്. ഇനി ഇതിനെയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കുക. ഇപ്പം ഇത് നന്നായിട്ട് ചൂടൊക്കെ പോയി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിനെ ഓരോന്നായി സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനും വേണ്ടി തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.